കർണാടകയിൽ കാര്യക്ഷമമായല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്ന് ദേശാഭിമാനി മാധ്യമപ്രവർത്തകൻ വിനോദ് പായം. കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന റഡാറാണ് സംഭവസ്ഥലത്ത് ഉപയോഗിക്കുന്നതെന്നും വിനോദ് പായം കൈരളി ന്യൂസിനോട് പറഞ്ഞു. മീഡിയകൾ കൊടുക്കുന്ന വാർത്ത ഇന്ന് തെരച്ചിൽ ഊർജിതമാണ് എന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ ഇന്നലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത റഡാർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു പോയിന്റിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റഡാറിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ സിജുവൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് NIT സുറത്കലിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് 2.5 മീറ്റർ മാത്രം റേഞ്ച് കിട്ടുന്ന റഡാറിലെ സംവിധാനത്തിൽ നിന്ന് കിട്ടിയ മെസ്സേജ് ആണ് നമ്മളിപ്പോഴും പ്രതീക്ഷയോട് അർജുന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം അതിനകത്തുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ് ചളി നിറഞ്ഞ ലോഡ് വണ്ടിയാണ് ഈ പോകുന്നത്. ഈ റഡാറിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ NITയിൽ അവർ നമ്മുടെ മലയാളി സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ചളിയുള്ള ഏരിയയിൽ നിന്ന് ഈ സിഗ്നൽ കിട്ടില്ല. ഈ വരണ്ട പ്രദേശത്ത് താഴെ പൈപ്പൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.5 മീറ്റർ ആഴം വരെയാണ് കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. എന്നിട്ട് പോലും മലയാളിയായിട്ടുള്ള ഒരു രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ഒരു റെസ്ക്യൂർ വന്നിട്ടാണ് ഇങ്ങനൊരു സൂചന ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളോട് ഇന്നലെ പറയുന്നത്. എന്നിട്ടിപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ ഇവിടുത്തെ SP നാരായണ അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു, ഇന്ന് രാവിലെ 6 മണിക്ക് ഇന്നലെ 8:30 തന്നെ തെരച്ചിൽ നിർത്തി. അതായത് നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും രാത്രി 8:30 ആകുമ്പം കൃത്യമായിട്ടൊരു ഒഫീഷ്യൽ ജോലി പോലെ അവരെ പണി മതിയാക്കിയിട്ട് വീട്ടിൽ പോകുന്നൊരവസ്ഥയാണ്.